ഹലോ ഹലോ, എല്ലാവർക്കും ഒരു ഹായ് തരാൻ പറ്റുമോ? ഒരു ഹായ് തരാൻ പറ്റുമോ? വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ ഒരു ഓക്സ്ഫോർഡ് സ്കൂളിൻ്റെ ഈ കോൺക്ലേവ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിലും എനിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചതിലും എന്നോടേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പലായിട്ടുള്ള അനസ് സാറും മറ്റു അധികാരികളും കൂടിയിട്ടാണ്. അദ്ദേഹത്തിനും മറ്റെല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. ഇവിടെ ഞാൻ വന്നപ്പോൾ കോൺക്ലേവ് എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ്ങിനെ കുറിച്ച് ഞാൻ സെർച്ച് ചെയ്തു. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ഈ കോൺക്ലേവിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാദറിങ് ഫോർ എന്താ പറയുക സൊല്യൂഷൻ. വളരെ ഇവിടെ 10ഓളം സൊല്യൂഷനുകൾ, 10ഓളം പ്രശ്നങ്ങൾ ഇവിടെ കണ്ടുപിടിക്കുകയും ആ 10ഓളം പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുകയും ചെയ്ത വളരെ പ്രഗത്ഭരായ കൂട്ടുകാരുടെ കഴിവുകളുള്ള ഈ ഒരു പ്രോഗ്രാമിലേക്കാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. പിന്നെ അതിൽ മാത്രമല്ല, ഞാനിവിടെ വരുമ്പോൾ ഇവിടെ കയറി വരുന്ന സ്ഥലത്ത് ഞാൻ ഒരുപാട് പിക്ചേഴ്സ് കാണാനിടയായി. അതും ശരിക്കും പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് മനോഹരമായിട്ടുള്ള പിക്ചേഴ്സായിരുന്നു അവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വ്യത്യസ്ത ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കുക മാത്രമല്ല, അതിനപ്പുറം വേറെയും ഒരുപാട് വ്യത്യസ്ത കഴിവുകളുള്ള കൂട്ടുകാർ ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നതാണ്. പിന്നെ എന്നെ ഇവിടെ ആർക്കൊക്കെ അറിയില്ല എന്നെനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഇവിടുത്തെ പ്രിൻസിപ്പലിനെയും മാത്രമേ അറിയുള്ളൂ. നിങ്ങൾക്കാർക്കെല്ലാം എന്നെ അറിയോ? എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയോ? ഞാൻ ആലോചിച്ചുള്ള ഒരു കാര്യം പറയാണ്. ഇവിടെ എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള ഹാബേൽ ഇരിക്കുന്നുണ്ട്. ഹാബേലൊരു സയൻറ്റിസ്റ്റാണ്. അതേപോലെ സയൻസ് പറയാനൊന്നും എനിക്കൊണ്ട് കഴിയില്ല. ഞാൻ എൻ്റേതായ ഒരു നാടൻ ഭാഷയിലാണ് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് റെസ്പോൺസ് ചെയ്താലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ റെസ്പോൺസ് ചെയ്യുമോ? ഓരോരുത്തർക്കും ഓരോ കഴിവാണ് അല്ലേ. എൻ്റെ കഴിവ് എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ കഴിവ് എന്ന് പറയുന്നത് നാടൻ ഭാഷയിൽ സംസാരിക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യൂലേ? മാഷാ അല്ലാഹ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഓരോ വ്യക്തിയും ഓരോ ആളും വ്യക്തിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും കുറവുകളാണ് നമുക്ക് ഓരോരുത്തർക്കും പഠിച്ചുകൊണ്ട് നടക്കുന്നത് അല്ലേ? ആണോ? അതിൽ ആ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ
കഴിവുകളും കുറവുകളും വെച്ചുകൊണ്ട് നമ്മുടെ കുറവുകളെയും കഴിവുകളെയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുറവുകൾ വെച്ചുകൊണ്ട് നമ്മളുടെ കഴിവുകളെ എത്രത്തോളം മനോഹരാക്കാൻ പറ്റുന്നു അത്രത്തോളം മനോഹരാക്കി അവതരിപ്പിച്ചവരാണ് ലോകത്ത് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു സ്റ്റീഫൻ ഹോക്കിൻസ്. യുനോ അല്ലേ? ആ സ്റ്റീഫൻ ഹോക്കിൻസിന് അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകൾ മാത്രമായിരുന്നു ചലിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. റൈറ്റ് അല്ലേ? എന്നിട്ടും അദ്ദേഹത്തിന് ഒരു ശാസ്ത്രജ്ഞനാകാൻ വേണ്ടിയിട്ട് സാധിച്ചു അല്ലേ? ലോകപ്രശസ്തരായ ഒരു മോട്ടിവേഷൻ സ്പീക്കറുണ്ട്, നിക് വിജസ് എന്നാണ് അദ്ദേഹത്തെ പറയുക. അദ്ദേഹത്തിന് 2 കൈയും 2 കാലും ഇല്ലാത്ത ആളാണ്. അദ്ദേഹത്തെ വെച്ച് നോക്കുമ്പം ഞാൻ ബെറ്ററാണ്. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ഡിസേബിലിറ്റി എന്താണെന്നറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ ഡിസേബിലിറ്റി എന്താണെന്നറിയോ? അറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ ഡിസേബിലിറ്റി എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലെ 2 കൈയും 2 കാലും ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ല. ആണോ? അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഡിസേബിലിറ്റി എന്ന് പറയുന്നത് മനസ്സിന് ഭയമുള്ള ആൾക്കാരാണ്. എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഞാനത് ചെയ്താൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന ഒരു ഭയമുള്ള ആൾക്കാർക്കാണ് ഏറ്റവും വലിയ ഡിസേബിലിറ്റി ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റീഫൻ ഹോക്കിൻസിന് ഒരു ശാസ്ത്രജ്ഞനാകാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും അതിൻ്റെ 2 വശങ്ങളുണ്ടാവും. ഒന്ന് നെഗറ്റീവ്, ഒന്ന് പോസിറ്റീവ്. അതിൽ നെഗറ്റീവ് ചിന്തിച്ചാൽ നമ്മൾ തോറ്റുപോകും. പോസിറ്റീവ് ചിന്തിച്ചാൽ നമുക്ക് മുന്നോട്ടുള്ള പടികൾ ഓരോന്നായിട്ട് ചവിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ പോസിറ്റീവ് എത്രത്തോളം ചിന്തിക്കുന്നോ അത്രത്തോളം നമുക്ക് ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മളുടെ കഴിവുകൾ ചെറുതോ വലുതോ എന്നതല്ല, ആ കഴിവുകളെ നമ്മൾ എത്രത്തോളം മനോഹരമാക്കുന്നു എന്നതാണ് കാര്യം. നമ്മൾ എത്രത്തോളം അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രത്തോളം ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് അത് ചിലപ്പോൾ ചെറുതായിരിക്കോട്ടെ വലുതായിക്കോട്ടെ, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സ്വപ്നങ്ങളും നമുക്ക് കാണാം. കാണുന്നതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ചില സ്വപ്നങ്ങൾ, നമ്മൾ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പറ്റുമോ? നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്വപ്നവും നമുക്ക് നേടിയെടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ചില സ്വപ്നങ്ങൾ നമുക്ക് നടക്കാതെ പോയെന്നും വരാം. ആ നടക്കാതെ പോയ സ്വപ്നത്തെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് ഒരിക്കലും സങ്കടപ്പെടരുത്. കാരണം എന്താ? ഒരു സ്വപ്നം നമ്മൾക്ക് നടക്കാതെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും മനോഹരമായിട്ടുള്ള മറ്റൊരു സ്വപ്നം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഈ ഒരു സ്വപ്നം നടക്കാതെ പോയത് എന്ന പോസിറ്റീവ് ചിന്തയോടുകൂടിയൊക്കെ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ അടുത്ത സ്വപ്നമായിരിക്കും നമുക്ക് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുമ്പം നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടാവും ഇല്ലേ? ഞാൻ ഇപ്പോൾ ചിന്തിക്കുകയാണ്, എനിക്ക് കഴിയില്ല, എനിക്ക് എവിടെ എത്താൻ പറ്റൂല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എനിക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുമോ? എന്നോട് കുറച്ച് മുമ്പേ, 1-2 വർഷം മുമ്പേ ഒരാളെന്നോട് ചോദിച്ചു, ആസിമേ നിനക്ക് ഞങ്ങൾക്ക് കയ്യില്ലാത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും വിഷമം ഉണ്ടോ ചോദിച്ചു. അപ്പം ഞാൻ പണ്ടൊക്കെ പറയലുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര വിഷമമാണെന്ന്. പക്ഷേ ഇപ്പം ഞാൻ പറയും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ അറിയോ? 2 കൈയില്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ ഇന്ന് ഓക്സ്ഫോർഡ് സ്കൂളിൽ ഒരു അതിഥിയായിട്ട് എനിക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്
സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ കുട്ടിക്കും അവരുടേതായ കഴിവുണ്ട്. ആ കഴിവ് ഓരോരുത്തരും ഉയർത്തിക്കൊണ്ടുവരിക, അതിന് താങ്ങും തണലായിട്ട് കൂടെ നിൽക്കേണ്ടത് പാരൻസും ടീച്ചേഴ്സുമാണ്. പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഏതോ ഇടങ്ങളിലേക്ക് എത്തിയ ഒരു വ്യക്തിൻ്റെ പിന്നിലും അവരുടെ കരങ്ങളായിട്ട് അല്ലെങ്കിൽ പാരൻസ് എന്തായാലും ഉണ്ടാവും, പിന്നെ ടീച്ചേഴ്സ് ഉണ്ടാവും. അവരൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇന്ന് ഞാനും ഇത്രത്തോളം ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു +2 സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ ഞാൻ ഓരോ അച്ചീവ്മെൻറ്റ്സ് കിട്ടുമ്പോഴും എനിക്ക് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് കിട്ടാറുണ്ട്. പക്ഷേ ആ അച്ചീവ്മെൻറ്റ്സ് കിട്ടുന്നതിലുപരി ഞാൻ സന്തോഷിക്കുന്നത് ആ ഓരോ അച്ചീവ്മെൻറ്റ്സ് ഞാൻ നേടിയെടുക്കുമ്പോഴും എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും ഓഡിയൻസിൻ്റെയും ഒക്കെ സപ്പോർട്ടാണ്. അപ്പം എന്തായാലും ഈ ഒരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലുള്ള കുട്ടികൾക്കും അവരുടെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ പുറത്തു കൊണ്ടുവരാനും ലോകത്തോളം അറിയപ്പെടാനും കഴിയൊക്കെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ ഞാൻ സമയം കൂടുതലോ എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താ അറിയോ, ഈ മയക്ക് കിട്ടിയാൽ ഞാനങ്ങ് കുറേ സംസാരിച്ചു. ഓരോരുത്തർക്കും ഓരോ ഇല്ലാത്ത ശീലങ്ങളുണ്ടാവുമല്ലോ. എൻ്റെ ഇല്ലാത്ത ശീലങ്ങളിൽ പെട്ടതാണ് ഈ മയക്ക് പിടിച്ച മുകളില്ല എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വിചാരിച്ചാൽ ഞാൻ ഒരു പാരാ സ്വിമ്മറാണ്. ഇപ്പോൾ ഞാൻ സ്വിമ്മിങ് പഠിച്ചിട്ട് 2022 അത് പഠിച്ചതിന് ശേഷമാണ് സ്വിമ്മിങ്ങിൽ ഒരുപാട് അവസരങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അങ്ങനെ ഞാൻ സ്വിമ്മിങ്ങിൽ സ്റ്റേറ്റിൽ 3 പ്രാവശ്യം മത്സരിച്ചു. അതിൽ നിന്ന് എല്ലാ 3 മത്സരത്തിലും 3 ഗോൾഡ് മെഡൽ എനിക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നാഷണലിൽ 3 പ്രാവശ്യം മത്സരിച്ചു. അതിലും 3 പ്രാവശ്യവും എനിക്ക് ഗോൾഡ് മെഡൽ സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇൻ്റർനാഷണൽ പാരാ സ്വിമ്മറാണ്. കഴിഞ്ഞ വേൾഡ് ചാമ്പ്യൻഷിപ്പ് സിംഗപ്പൂരിൽ വെച്ച് നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഒളിമ്പ്യന്മാരായ പ്രതിഭകളുടെ കൂടെ മത്സരിച്ചിട്ട് എനിക്ക് 7th പൊസിഷനിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വേൾഡിൽ 8th പൊസിഷനിലുള്ള ഒരു പാരാ സ്വിമ്മറാണ്. അപ്പം അടുത്ത മാസം ഞാൻ ഫെബ്രുവരി 14 ഓസ്ട്രേലിയയിൽ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പം എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഞാൻ എവിടെ പോയാലും അവിടെ ഒരു സന്ദേശം കൊടുക്കാറുണ്ട്. ആ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നോക്കെ വിനോദമുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നിരീക്ഷിക്കാൻ പറ്റുമോ? നിങ്ങൾ കുറേ നേരമായിട്ട് ഇരിക്കൽ എനിക്ക് സഹിക്കൂലല്ലോ. ഇനി നിങ്ങളടുത്ത് നിൽക്കുന്നവർ നിങ്ങളെ വേണ്ടപ്പെട്ടവരാണോ? അടുത്ത് നിൽക്കുന്നവർ നിങ്ങളെ വേണ്ടപ്പെട്ടവരാണോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്ന കുഴപ്പമാണോ അതോ എൻ്റെ ചെവിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആണോ? വാവ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ളവർക്കൊന്ന് ഹഗ് ചെയ്യാൻ പറ്റുമോ? ഒരു ഹഗ് കൊടുക്കാൻ പറ്റുമോ? കൊടുത്തോ? അയ്യോ, താങ്ക് യു. ഇനി എല്ലാവരും നെഞ്ചിൽ കൈവെക്കാൻ പറ്റുമോ? എന്നൊക്കെ ഞാൻ പറയുന്നത് ഉറക്കെ പറയണം. പറയോ? നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി. നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി. നല്ല കേരളീയൻ, നല്ല ഇന്ത്യക്കാരൻ,
നല്ല കുട്ടികൾ, നല്ല മാതാപിതാക്കൾ, നല്ല അധ്യാപകർ, നല്ല പൗരൻ. എത്ര നല്ല വാക്കാണല്ലേ? നമുക്ക് നല്ല ചിന്ത ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നല്ല വാക്ക് പറയുന്നത്. നമ്മൾ നല്ല വാക്ക് പറയുമ്പോഴാണ് നമുക്ക് നല്ല പ്രവൃത്തി ചെയ്യാൻ തോന്നുന്നത്. നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു മനുഷ്യനാവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ആർക്കും ആരെ പോലെ ആവാൻ പറ്റൂല. പറ്റുമോ? പറ്റുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ പോലെ സുന്ദരനാവാൻ പറ്റുമോ? പറ്റുമോ? ഒരിക്കലുമില്ല. അത് വിചാരിച്ചൊക്കെ ഞാൻ അഹങ്കരിച്ചൊക്കെ കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് നിങ്ങളെ പോലെ ആവാൻ പറ്റുമോ? ഇല്ല. ആർക്കും ആരെ പോലെ ആവാൻ പറ്റൂല. പക്ഷേ നമുക്കെല്ലാവർക്കും ആകാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യനാവാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കുന്നതാണ്. നമ്മൾ നല്ലൊരു മനുഷ്യനായാൽ നമുക്ക് ചുറ്റുമുള്ളതൊക്കെ നമുക്ക് സന്തോഷമുള്ളതായിട്ട് തോന്നും എന്നുള്ളതാണ്. ശരിയല്ലേ? അപ്പോൾ എല്ലാവരും ഒന്നുകൂടി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞാൽ ഐ ആം ദ ബെസ്റ്റ്, ഐ ആം ദ ബെസ്റ്റ്. ഞാൻ നല്ലവനാണ്, ഞാൻ നല്ലവനാണ്, ഞാൻ നല്ലവനാണ്. ഇനി അടുത്തുള്ള ആൾക്കൊന്ന് കൈ കൊടുത്താ എന്ന് പറഞ്ഞാൽ യു ആർ ദ ബെസ്റ്റ്, യു ആർ ദ ബെസ്റ്റ്, യു ആർ ദ ബെസ്റ്റ്. നിങ്ങൾ നല്ലവരാണ്. അതൊക്കെ സംശയം കാ. എന്നാൽ എല്ലാവരും കൈയൊന്നിച്ചാ, കൈയുള്ളവരൊക്കെ കൈയൊന്നിച്ചാ. അപ്പോൾ കൈയില്ലാത്താരും ഇല്ലല്ലേ, ഞാൻ മാത്രമോ? കൈ താത്താൻ പറഞ്ഞില്ല. അടുത്തുള്ള ആളെ കൈ പിടിച്ച് ഒന്നിച്ചാ, ഒന്നിച്ചാ, ഒന്നിച്ചാ. വി ആർ ദ ബെസ്റ്റ്, വി ആർ ദ ബെസ്റ്റ്, വി ആർ ദ ബെസ്റ്റ്. നമ്മളെല്ലാവരും നല്ലവരാണ്, നമ്മളെല്ലാവരും നല്ലവരാണ്. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? എന്നാ പറയുന്നോളി, എല്ലാവരും നല്ലവരാണ്. ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുമ്പോൾ ചിരിക്കാൻ പറ്റുമോ? ഞാൻ പറയുമ്പോൾ ചിരിക്കാൻ പറ്റുമോ? ഞാൻ പറയുമ്പോൾ ചിരിക്കാൻ പറ്റുമോ? ഞാൻ ചിരിച്ചാ ഇങ്ങനെ ചിരിക്കല്? ഇങ്ങനെ ചിരിക്കാൻ നിങ്ങളെ കാര്യം പറഞ്ഞിക്കണ? അങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞെന്ന് കൂട്ടിക്കോ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പുറത്ത് പോയിട്ട് വേറെ ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും. ഒരു കാര്യം മനസ്സിലാവും അല്ലേ? അതാണ്. പക്ഷെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ പുഞ്ചിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പലരും പറഞ്ഞിട്ടുണ്ട്. പുഞ്ചിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള പല്ലുകൾ യൂസ് ചെയ്യുന്നത് ചിക്കൻ കറിച്ചു പറിക്കാനാണ് അല്ലേ? അതിന് മാത്രമല്ല, പുഞ്ചിരിക്കാനും കൂടിയാണ് നമുക്ക് മനോഹരമായിട്ടുള്ള പല്ലുകൾ തന്നിട്ടുള്ളത്. ജസ്റ്റ് ഒരു പുഞ്ചിരി അല്ലേ? ആ ഒരു പുഞ്ചിരിക്ക് ഒരുപാട് മഹത്വം കാണാണ്. അപ്പം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാലമാണ്. നമുക്ക് ശ്വാസം മേലോക്ക് വലിച്ചിട്ട് താഴോക്ക് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫ് അവരോട് തീർന്നു അല്ലേ? അപ്പം നമ്മൾ ഉള്ള സമയം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. നമ്മളുടെ സ്വപ്നവും എത്രത്തോളം ശക്തമായ സ്വപ്നമാണോ, നമ്മളത് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നോ അത്രത്തോളം ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും. ഇവിടുത്തെ കൂട്ടുകാർ ഇപ്പോൾ 10ഓളം സൊല്യൂഷനാണ് 10ഓളം പ്രശ്നങ്ങൾക്ക് കണ്ടിട്ടുള്ളത്. ഇനിയും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, സമൂഹം ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരുപാട് സൊല്യൂഷൻസ് അതിനു വേണ്ടിയിട്ട് കണ്ടെത്താനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്. Thank you so much, Azim, for that insightful speech. You may please take your seat. I feel gratified to inform that Azim wishes to gift the school a book that he wrote himself. And for that, I would like to invite our principal, Dr. Anis, along with Azim's father, Mr. Said, to receive the gift.
I request Azim to put his honorable signature on the book. This book is last year at the Sharjah International Book Fair. It was published at the Sharjah International Book Fair last year. എത്ര മനോഹരമാണ് ആ കാലെഴുത്തുകൾ. അതിനപ്പുറം ആസിമിൻ്റെ ഉപ്പ എനിക്ക് കാണിച്ചു തന്നു. ആസിം കാലുകൊണ്ട് വരച്ചതാ. Thank you so much, sir. Are there any questions to Azim from the audience? Sir. സർ, ഇന്നത്തെ കാലത്തെ കുട്ടികളും മുതിർന്നവരൊക്കെ മുന്നിൽ വരുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും നേരിടാൻ പറ്റാതെ സൂയിസൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനത്തെ ആൾക്കാരോട് സാറിന് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾ ഈ കാട്ടിലെ സിംഹത്തിനെ കണ്ടിട്ടുണ്ടോ? സിംഹത്തിനെ കണ്ടിട്ടുണ്ടോ? സിംഹത്തിനെ കണ്ടിട്ടില്ലേ? മാനിനെ കണ്ടിട്ടുണ്ട് അല്ലേ? ഈ സിംഹം മാനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടും അല്ലേ? പക്ഷേ സിംഹം മാനിനെ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ എല്ലാ സമയത്തും മാനിനെ കിട്ടൂല. സിംഹം ഒരുപാട് ശ്രമിച്ചു കഴിക്കും ഒരു മാനിനെ കിട്ടുക അല്ലേ? പക്ഷേ
ഒരു മാനിനെ കിട്ടാത്തതിൻ്റെ പേരിൽ സിംഹം ആത്മഹത്യ ചെയ്ത ചരിത്രമെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു മാനിനെ കിട്ടാത്തതിൻ്റെ പേരിൽ സിംഹം എവിടെ ആത്മഹത്യ ചെയ്തിട്ടില്ല. സിംഹം അടുത്ത മാനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് സിംഹം ഓടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? എനിക്ക് അങ്ങനത്തെ ആൾക്കാരോട് പറയാനുള്ളത്, ഈ ഒരാൾ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പം ആൾ 99% പരിശ്രമിച്ചു എന്ന് വെച്ചോ, ആ 99 പ്രാവശ്യവും ആൾ തോറ്റെന്ന് വരാം. അവസാനം 100ാമത് പ്രാവശ്യം ഉണ്ടെങ്കിൽ ആ 100ാമത് പ്രാവശ്യവും ചെയ്യണം എന്നുള്ളൊരു മനസ്സ് ആൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 100ാമത്തെ പ്രാവശ്യമായിരിക്കും ആളുടെ വിജയം എന്ന് പറയുന്നത്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ പറയുന്നത്, എനിക്ക് പറയാനുള്ളത്, നമ്മുടെ താഴെയുള്ള ആൾക്കാരെ കുറിച്ചൊന്ന് നോക്കണം. ഞാനെപ്പോഴും ചിന്തിക്കുക എൻ്റെ താഴെയുള്ള ആൾക്കാരെ കുറിച്ചാണ്. കാരണം എൻ്റെ താഴെയുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരെക്കുറിച്ച് നോക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, അവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എത്ര ബെറ്ററാണ് അല്ലേ? ഇപ്പം ഞാൻ വിജിസിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? അവർക്ക് 2 കയ്യും 2 കാലും ഇല്ല അല്ലേ? പക്ഷേ ആളെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് 2 കാലുണ്ട് അല്ലേ? അപ്പോൾ ആളെ ബെറ്ററി ഞാനല്ലേ ബെറ്ററി? നമ്മൾ ചിന്തിക്കും പോലെയാണ് നമുക്ക് ഉയരാനും താഴാനും വേണ്ടിയിട്ട് സാധിക്കുക അല്ലേ? നമ്മൾ ചിന്തിക്കുക എന്താവണം എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ എത്രത്തോളം കോൺസെൻട്രേറ്റഡ് ആണോ ഒരു വിഷയത്തിൽ, അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒത്തുപിടിച്ചാൽ മലയും പോലും എന്നാണ് ശാസ്ത്രം അല്ലേ? അപ്പം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, ഒരു നാൾ നമുക്ക് വിജയം ഉറപ്പായിരിക്കും. താങ്ക് യു സർ. Thank you. I am happy to welcome our respected principal, Dr. Anas, along with our manager, Mr. Shahjahan, to head to the stage to honor the guest of honor. Now let's resume with our presentations. Every day we trust that food served at our school is safe. But who ensures that science and care go hand in hand? Here comes Team Safe Food Revolution. Let's hear how they're bringing science straight to the lunch table. What if a simple fever couldn't be cured? What if the medicines we trust, the antibiotics that saves millions of lives, suddenly stop working? Imagine a world where a simple infection could take a life. In a small village in Kerala, a 7-year-old boy was admitted to the hospital with what should have been a simple routine fever. But dose after dose, antibiotics after antibiotics, nothing worked. Because the animals that fed him had been given antibiotics every single day, without need, without control. And this is antimicrobial resistance, or AMR, what the World Health Organization describes as the silent pandemic of the 21st century. It spreads quietly from farms to foods to families, and it's already killing 7 million people every single year. And if you don't put a stop to this number could rise up to 10 million by the year 2050. And in a state like Kerala, where animal farming is the backbone of thousands of families, the danger is closer than we think. But we believe the solution isn't in blaming or banning. It is in empowering the farmers, educating the communities, and by innovating with purpose.
And that is why we are here, to lead what we call the Safe Food Revolution, a mission to protect our food, our future, and our farmers one healthy step at a time. So, why does this matter? Because what we feed animals today decide how safe our family is tomorrow. From farmers to families, it touches more lives than we think. In the case of farmers, when animals get sick, their productivity drops and their livelihood crumbles. In the case of consumers, the food we eat could have bacteria that not even medicines can cure. Something as simple as a meal can become dangerous. The children and the elderly people with a weak immune system are the most vulnerable. The doctors and the healthcare system, imagine trying to treat a patient knowing that the medicines in your hand won't work. Yes, that's exactly why it matters. Now that we've seen why AMR is a serious threat, we must look at its root causes. First, many farmers depend on antibiotics as the cheapest and quickest fix. It could be to treat the infections or to make their animals grow faster. Second, many farmers lack awareness. They're not given proper guidance or incentives to avoid unnecessary antibiotics use. Third, with unnecessary antibiotics use, the bacteria adapts and evolves into something stronger called as superbugs. Fourth, there is the absence of support system like affordable veterinary care and proper sanitation systems. So in order to protect the future of medicine, we must begin where the misuse starts, which is inside the farms. So this is a comprehensive 3-layer solution known as the Smart AMR Shield. So layer 1 is a rapid strip test. So imagine a COVID test, but for livestock. Before the antibiotics even enters into the animal's body, the farmers get a clear indication, is there bacteria or not. So layer 2 is our app and dosage algorithm. The farmers get information about the right drug, dosage and duration based on the animal species, weight and other veterinary specifications. Layer 3 is the incentives that will be provided to farmers, like certifications which will convey to the consumers that these products are free from any unnecessary antibiotics use. Alina, could you please explain our solution more in depth? Yes, now let's see how this actually works in a real life scenario when a cow falls sick. In a normal farm today, the farmer panics, gives antibiotics immediately without even knowing whether the animal actually needs it or not. But imagine a different system. The moment the cow falls sick, the farmer opens the app. The app does not let him guess, but instead tell him to do the strip test first. And within seconds, he knows the truth. If the test is negative, no antibiotics is given, only natural care and immunity support, which is also guided in the app. And yes, if the test is positive, antibiotics is given, but with the right drop, right drug, and right duration. The cycle of misuse ends right there. The app also guides the farmer about the withdrawal period, so that the milk of that cow won't enter into our homes until it's completely safe. This is a draft after cost analysis. So our research and development will take place in 3 stages. Stage 1, we collaborate with scientific partners like Kiwi ASU to validate our rapid strip test. In stage 2, we run a field pilot with Milma cooperative farmers to test usability and real-world impact. And stage 3, we co-develop the app and algorithm with IMTK and hopefully Kerala Startup Mission. Food should heal, not harm. Our farmers, our food system, our healthcare system are facing challenges that cannot be waited. By empowering the farmers, educating the communities, and by innovating with purpose, we are trying to build a nation where every meal is safe, every farmer thrives, and every life is protected. This is Safe Food Revolution. And together we can make Kerala a global model. Thank you.